ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യാരി ബാഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്തിരി കളർഫുള്ളായിട്ടുള്ള ഒരു ക്യാരി ബാഗാണിത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഈ ഒരു ക്യാരി ബാഗ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമുക്കൊരു അഡാർ ഐറ്റം തന്നെ ഉണ്ടാക്കാം. പുറത്തൊന്നും കാശ് കൊടുക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു അടിപൊളി ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരി ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറുള്ള ഈ ഒരു ക്യാരി ബാഗാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 കളേഴ്സിലുള്ള ക്യാരി ബാഗ് എടുക്കുന്നുണ്ട്. ആദ്യത്തെ ഇതാണ് കാണിക്കുന്നത്. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് നീളവും വീതിയും ഒക്കെ 5 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കൂട്ടുകാരെ, ആരെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ 2 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് 2 ആ ഒരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഒരു മടക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മടക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. തീരെ അങ്ങ് മുകളിലോട്ട് പോകാതെ ഇത്തിരി താഴത്തെ ഭാഗത്ത്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ഉദ്ദേശിച്ച അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതിനായിട്ട് ഇത് നടുക്കൂടെ ഇതുപോലെ 2 കട്ടുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിവർത്തി നോക്കിയപ്പോഴത്തേനും ആ ഒരു അറ്റത്തുള്ള ആ ഒരു പോർഷൻ ഇതുപോലെയാണ് ഇരിപ്പുണ്ടായിരുന്നത്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ കട്ട് ചെയ്ത പൂവിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഇതുപോലൊന്ന് ഹോള് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 പെറ്റൽസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും പൂക്കൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു കളർ തന്നെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തുണിസഞ്ചി എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് യെല്ലോ കളറ് ഒരു ക്ലോത്ത് നമ്മുടെ ആ ഒരു തുണിസഞ്ചി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തുകൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൂവിൻ്റെ ആ ഒരു നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിനിമം ഇത്രയും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുവാണെങ്കിൽ ഉദ്ദേശിച്ച അത്ര റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ കെട്ടുകമ്പി ഉണ്ടല്ലോ, അല്ലാതെ ഈ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കമ്പിയൊക്കെ ഉണ്ടായില്ലേ, അപ്പോൾ അത് ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. അല്ലാതെ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം അത് വച്ച് കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുന്നുണ്ട്. റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ പൂവിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഹോൾ ഇട്ട പോർഷനിലായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വലിച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന മെത്തേഡിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിവ്യൂസും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാരി ബാഗിൻ്റെത് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. സിമ്പിളായിട്ടുള്ളതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വീട് നിങ്ങളൊന്ന് അലങ്കരിച്ച് വയ്ക്കുക. അടുത്തതേ വീണ്ടും ഞാൻ ഈ ഒരു യെല്ലോ കളറിലുള്ള ഈ ഒരു തുണിസഞ്ചി എടുക്കുന്നുണ്ട്. സെയിം ആ ഒരു നീളം തന്നെയാണ്. എന്നിട്ട് അതിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ്. ഞാൻ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാഞ്ഞിട്ട് ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കംഫർട്ടിൻ്റെ ബോട്ടിൽ, ആ ലിക്വിഡ് എംറ്റി ബോട്ടിൽ ഉണ്ടല്ലോ, അത് കൂടാഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്യുക. അങ്ങനെ ഞാൻ 2 പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 നല്ല ഭംഗിയിലേക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ മാക്സിമം പറ്റുന്ന അത്ര ഉണ്ടാക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് കെട്ടുകമ്പി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു പൂവിൻ്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു പോർഷനിൽ ഇതൊന്ന്
ഇത് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെ ചെയ്ത് കൊടുത്താലും സംഭവം അതിൻ്റെ ഉള്ളിലോട്ട് എന്തായാലും ഇൻസേർട്ട് ആവും, കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം ഗ്രീൻ ടേപ്പ്, എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ ഒരു ഗ്രീൻ ടേപ്പ്. അപ്പോൾ അതിനെ ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ ഇതുപോലെ ഒന്ന് ചുറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീൻ ടേപ്പ് കൂടെ ചുറ്റിയപ്പോൾ അതിൻ്റെ ലെവലിൽ തന്നെ മാറിയിട്ടുണ്ട്. ഏതെങ്കിലും പൂവായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ ഒന്നാമത്തെ പൂവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെറ്റൽസ് ഇങ്ങനെ ഈ പൂ വച്ചിട്ടില്ല, ഈ ഒരു മെത്തേഡിലാണ് വയ്ക്കേണ്ടതെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ, ഒരു ഭംഗിയും കിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഒരു പ്രത്യേകം ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഇന്നലത്തെ കമൻറ്റ് ബോക്സ് ഞാൻ എല്ലാം വായിക്കും. ഏതൊരു കമൻറ്റ് വന്നാലും ഞാൻ കുത്തിയിരുന്ന് വായിക്കുന്ന ഒരു ടൈപ്പ് കൂടെയാണ്. അപ്പോൾ ഫുൾ വിഷയം എൻ്റെ കത്രികയായിരുന്നു. കത്രിക ഈ കാണിക്കുന്ന ആ ഒരു പോർഷനും താഴത്തെ ഈ ഒരു പോർഷനും രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ നോക്കി സംഭവം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കടയിൽ കൊടുത്താലും റെഡിയാവില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സൺഡേ ആകുമ്പോൾ ഈ ഒരു സാധനം പോയി മേടിക്കാം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ എന്തോ നിങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അവനത് റെഡിയാക്കി തന്നിട്ടുമുണ്ട്. അപ്പോൾ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, ഒരു നല്ല കത്രിക എടുക്കൂ, കത്രിക ഇത് മാത്രം. മുമ്പൊക്കെ ഒരു കമൻറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞ് കമൻറ്റ് ചെയ്യിപ്പിച്ച ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഈ കത്രികയാണ് വിഷയമാണെങ്കിലും ഈ കത്രിക കാരണം ഒരുപാട് കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ഒരു കമൻറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനി ആരും എൻ്റെ കത്രിക കുറ്റം പറഞ്ഞിട്ട് വരണ്ട. കത്രിക ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു കത്രികയായിരുന്നു. അതുകൊണ്ട് ഇത് കളയാനും മനസ്സില്ല. വേറെ ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ കമൻറ്റ് കാരണം ഞാൻ വാങ്ങിച്ചില്ല. സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ കമൻറ്റ് ഇടുമായിരുന്നുള്ളൂ. സത്യം പറയാൻ നിങ്ങളുടെ കമൻറ്റ് വായിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കി. എനിക്ക് തന്നെ ചിരി വന്നു ആ കട്ട് ചെയ്യുന്ന രീതികളൊക്കെ കണ്ടപ്പോഴത്തേനും. പക്ഷേ എന്തായാലും ഈ ഒരു നിങ്ങളുടെ കമൻറ്റുകളെല്ലാം, ആ ഒരു കത്രികയെ പറ്റിയിട്ടുള്ള കമൻറ്റുകൾ എല്ലാം എനിക്ക് സത്യം പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി തന്നു എന്ന് വേണം പറയാൻ. ഇനി ഇത് അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു തുണിസഞ്ചിയിൽ നിന്ന് തന്നെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ കുറച്ചെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് നമ്മുടെ ടിഷ്യൂ പേപ്പറും ഒരു കെട്ടുകമ്പി എടുക്കുന്നുണ്ട്. 1-2 കെട്ടുകമ്പി എടുക്കാം. ഇത് നമുക്ക് ആ ഒരു പൂക്കൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു തുണിയുടെ ഉൾഭാഗത്തൊന്ന് വച്ച് കൊടുത്തിട്ട് ഒരു കെട്ട് കമ്പിയും കൂടെ വച്ച് നന്നായിട്ട് നൂല് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുന്നുണ്ട്. അങ്ങനെ നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടേപ്പിനെ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ആവശ്യം അനുസരണം ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കുറച്ച് ചെറിയ രീതിയിൽ ഞാൻ കെട്ട് കമ്പികളൊന്ന് കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കെട്ട് കമ്പിയും ആയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 3 എണ്ണമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്.
അങ്ങനെ ഇത് 3 റെഡി ആയിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാണിക്കുന്ന മെത്തേഡിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി എടുക്കുമ്പോഴത്തേനും ഫെവിക്കോൾ പോലുള്ള എന്തെങ്കിലും ഗ്ലൂ ഒന്ന് യൂസ് ചെയ്തിട്ട് ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ പിന്നീട് ഞാനത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അത്രയും ഒന്ന് റെഡിയാക്കി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഓരോ പൂക്കളും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നൂല് വെച്ചിട്ട് നമ്മുടെ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ തന്നെ റെഡിയാക്കേണ്ട, അതായത് അറേഞ്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ 2 തണ്ടിൽ ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കുന്നതിനേക്കാളും സെയിം കളേഴ്സിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കി ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇത് അടുത്ത പൂവും വച്ചിട്ട് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തണ്ടിൽ ഞാൻ 4 പൂക്കളാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടാൻ മറക്കരുതേ. അങ്ങനെ ഈ 2 റെഡി ആയിട്ടുണ്ട്. 2 പൂക്കളും റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ല. ആ ഒരു യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബൾബ് എടുത്തിട്ടുണ്ട്. ബൾബൊന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കിയതാണ്. നമ്മുടെ ബൾബിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു സംഭവം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ അതെടുത്തിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തൊന്നും ഫ്ലവർ വേസ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ സിമ്പിൾ ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഫ്ലവർ വേസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം വൈറ്റ് കളർ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടെ ഈ ഒരു വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ ഇനി എന്തെങ്കിലും വേറെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പിങ്കിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ് ആണ് എനിക്ക് നല്ല ഒരു ചേർച്ചയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഇതിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പഴയ ബൾബ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ വേസ് ആക്കിയിട്ട് ഇതുപോലെ വച്ച് കൊടുക്കാവുന്നതാണേ. അങ്ങനെ ഇത് നമ്മുടെ ബൾബിൽ ഇതുപോലെ കളറൊക്കെ അടിച്ചു കൊടുത്ത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ പൂ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ള ലുക്കാണ് ഇത്. നല്ല ഭംഗിയിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ.